ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ അടുത്ത് നിന്നുള്ളത് ഷെവർലെറ്റിൻ്റെ സെയിൽ പെട്രോൾ വേരിയൻറ്റ് വണ്ടിയാണ്. ഷെവർലെ സെയിൽ പെട്രോളാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് കസ്റ്റമർ കൺസേൺ. പവർ ഇല്ലാത്ത പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ആദ്യം ഇതിൻ്റെ കസ്റ്റമർ കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി ആദ്യമൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇഗ്നിഷൻ ഓൺ ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഭയങ്കരമായിട്ട് സ്റ്റിയറിങ്ങിൽ വരെ വൈബ്രേഷൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാൽഫങ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ്, നമ്മുടെ ചെക്ക് എഞ്ചിൻ ലാമ്പ് ഇവിടെ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. മീൻസ് വണ്ടിക്കകത്ത് എന്തോ കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. അപ്പം സ്കാൻ ചെയ്യാതെ തന്നെ വൈബ്രേഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നത് വണ്ടിക്ക് എവിടെയോ മിസ്ഫയറിങ് ഉള്ള പോലെയുണ്ട്. നമുക്കിപ്പോൾ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മിസ്ഫയറിങ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പുറത്തിറങ്ങി നോക്കുമ്പോൾ വണ്ടിയുടെ സൗണ്ടിൽ നല്ല കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ഇപ്പം ഇതിൻ്റെ സൈലൻസർ ഒന്ന് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു പൊട്ടൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു ഓട്ടോ സ്റ്റാർട്ടായിരിക്കുന്ന പോലത്തെ വെച്ചാൽ ഡീസൽ ഓട്ടോ സ്റ്റാർട്ടാകുന്ന പോലെ, അല്ലെങ്കിൽ ഈ ഫോർ സ്ട്രോക്ക് ഓട്ടോ ഒക്കെ സ്റ്റാർട്ടാകുന്ന പോലെ കടകടാന്നുള്ളൊരു ശബ്ദമാണ്. ഇവിടെ ഫ്യൂല് ബേണാകാതെ പോകുന്ന പോലെയോ അല്ലെങ്കിൽ മിസ്ഫയർ ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് വണ്ടിക്കുള്ളത്. നമുക്ക് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും എഞ്ചിൻ നല്ല ഭയങ്കരമായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കോയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോഡ് വയറോ പ്ലഗോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കോഡ് വയർ വന്നിട്ട് 4 പ്ലഗും ഈ ഒരു കവറിനുള്ളിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കോയിലിൻ്റെ കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ കോയിലിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പീസാണ് കോയിൽ. അതിൽ 1-ലും 4-ലും കറണ്ട് കൊടുക്കുന്ന ഒരു സൈഡും 2-ലും 3-ലും കറണ്ട് കൊടുക്കുന്ന മറ്റൊരു സൈഡും, അങ്ങനെയാണ് സംഭവം വന്നേക്കുന്നത്. ഈ സിലിണ്ടർ നമ്പർ നമുക്ക് ഓരോന്നോരോന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സിലിണ്ടർ നമ്പറിൻ്റെ കോഡ് നമ്മൾ പിടിച്ച് നോക്കാം. ഇതുപോലെ കറണ്ട് വരും കേട്ടോ. വീട്ടിലാരും ഇത് ട്രൈ ചെയ്യരുത്. ഇത് ഞങ്ങൾ അവരുടെ റിസ്കിൽ ട്രൈ ചെയ്യുക. കാരണം ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ മെക്കാനിക്സ് എളുപ്പത്തിന് ടെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നല്ല ഹെവി ഷോക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്നെയോ എൻ്റെ ചാനലിനെ കുറ്റപ്പെടുത്തരുത്. ഇവിടെ നമുക്ക് കാണാം സ്പാർക്കുണ്ട്. അതായത് കോയിൽ ഓക്കെയാണ്. ഇതിനെ നമ്മൾ കറക്റ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു. നമ്പർ 3 ഒന്ന് പിടിച്ച് നോക്കാം. ഇത്ര കെയർഫുള്ളി ചെയ്യേണ്ട പരിപാടിയാണ് ശരിക്കും. അപ്പം നമ്പർ 3 നമ്മൾ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം, വളരെ കെയർഫുള്ളി. ഇതിനകത്ത് നമുക്ക് കാണാം ഇവിടെ കറക്റ്റ് സ്പാർക്കുണ്ട്, മീൻസ് കറണ്ടുണ്ട്. ഇതിലേക്കുള്ള സപ്ലൈയും ഓക്കെയാണ്. നമ്പർ 4 നമുക്ക് നല്ല കെയർഫുള്ളി റിമൂവ് ചെയ്ത് നോക്കാം. ഇതിലും കറണ്ടുണ്ട്. ഈ സംഭവം ഓക്കെയാണ്. പ്രശ്നം വന്നേക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മിക്കവാറും ഇതിനകത്തായിരിക്കും. സിലിണ്ടർ നമ്പർ 1 ആയിരിക്കും. 1 നമ്മളൊന്ന് പിടിച്ച് നോക്കിയിട്ട് ഇവിടെ ഒരു വികാരമില്ല. അതായത് ഇവിടെ യാതൊരുവിധ കറണ്ടോ സംഭവം നമുക്കിവിടെ കാണുന്നില്ല. അപ്പോൾ നമുക്കിവിടെ കോയിലിൻ്റെ പ്രശ്നമാവാനാണ് ചാൻസ് കൂടുതൽ. നമുക്ക് ഈ കോയിലൊരെണ്ണം മാറ്റി വെച്ച് നോക്കേണ്ടി വരും. ഈ 1-ൽ നമ്മളെങ്ങനെ കൊടുത്താലും ഇവിടെ ഒരു മാറ്റമില്ല. അതേസമയം നമ്മളിപ്പോൾ ഇവിടുന്ന് 4 പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി RPSലും സൗണ്ടിലും മാറ്റം വരും. ഇച്ചിരി മാറ്റമുണ്ട്, കൊടുക്കുമ്പോൾ ചെറിയ മാറ്റമുണ്ട്. ബാക്കിയുള്ള കോയിൽ പാക്സിൽ കണ്ടേക്കുന്ന നമുക്ക് ഈ കറണ്ട് വരുന്ന പോലെ നമ്പർ 1-ൽ നമുക്ക് കറണ്ട് ഇല്ല. ഇതാണ് ഇഷ്യൂ. ഇതിലൊക്കെ നല്ല ഹെവി കറണ്ട് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ കറണ്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ പിടിച്ച് നോക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ ഒട്ടും കറണ്ടേ ഇല്ല, ഒരു മാറ്റമില്ല. ഇച്ചിരി പോലും കറണ്ടില്ല. നമുക്ക് കോയിൽ മാറ്റി ഇതിൻ്റെ കോഡ് വയറും ഒന്ന് മാറ്റിയിട്ട് സംഭവം നെക്സ്റ്റ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പം ഈ ഒരു അവസ്ഥയിൽ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് പല കേടുപാടുകൾ വരാം.
അത് റിച്ച് മിക്സിങ് ആയിരിക്കും വരുന്നത്. ഹെവി പെട്രോൾ ബേൺ ആവാത്ത പോകുന്ന പെട്രോളെല്ലാം നമ്മുടെ ഇതിനകത്ത് കാറ്റലറ്റിക് കൺവെർട്ടറിനകത്ത് വന്ന് കാറ്റലറ്റിക് കൺവെർട്ടർ ഡാമേജ് ആവാം, ഓക്സിജൻ സെൻസറിന് കംപ്ലയിൻറ്റ് വരാം, വാൽവുകൾക്ക് കംപ്ലയിൻറ്റ് വരാം, പിസ്റ്റന് കംപ്ലയിൻറ്റ് വരാം. അങ്ങനെ പല സീൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇനി നമുക്ക് അതിന് കോയിൽ മാറ്റിയിട്ട് കോയിലും കോഡും മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ പുതിയ കോയിൽ പാക്കും പുതിയ കോയിലും വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കത് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഉടനെ കാണാം.